കേരളം മാറുകയാണ്. നാടെങ്ങും UDF തരംഗം അലയടിക്കുന്നു. UDF വരുമ്പോൾ പിൻവാതിൽ നിയമനങ്ങൾ ഇല്ലാതെയാകും. ജനങ്ങൾക്ക് മന്ത്രിമാരുമായി നേരിട്ട് ഇടപെടാനുള്ള സൗകര്യമൊരുക്കും. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കും. കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം വിളമ്പുന്ന ഇന്ദിരാ ക്യാന്റീനുകൾ വ്യാപകമാക്കും. ഇന്ദിരാ ഫാർമസികളിലൂടെ കുറഞ്ഞ നിരക്കിൽ മരുന്നുകളും ലഭ്യമാകും. വൃക്കരോഗികൾക്ക് ആശ്വാസവുമായി ഡയാലിസിസ് സെന്ററുകൾ വരും. AI പഠിക്കാൻ പ്രത്യേക AI ലാബുകൾ സ്ഥാപിക്കും. വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഏത് കൊലകൊമ്പനായാലും അഴിക്കുള്ളിലാകും. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കും. തകർന്ന റോഡുകൾ 48 മണിക്കൂറിനുള്ളിൽ ശരിയാക്കാനുള്ള എമർജൻസി റെസ്പോൺസ് ടീം വരും. ആശാ വർക്കർമാർക്ക് 2000 രൂപയുടെ പ്രത്യേക അലവൻസ് അനുവദിക്കും. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരമാകും. കേരളം മാലിന്യമുക്തമാകും. കർഷകർക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കും. മലയോര മേഖലയിലെ കർഷകർക്ക് നിരുപാധികം പട്ടയം അനുവദിക്കും. വന്യജീവികളുടെ ആക്രമണം തടയാൻ AI സഹായത്തോടെ പരിഹാരമുണ്ടാകും. തീരദേശ മലയോര മേഖലകളിൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ സ്ഥാപിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഷീ ഹോസ്പിറ്റലുകൾ വരും. സാധാരണക്കാർക്ക് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഫസ്റ്റ് ആരോഗ്യ സുരക്ഷ നടപ്പാക്കുന്നതോടെ ചികിത്സാ ഭാരം ഇല്ലാതാകും. ആരോഗ്യ മേഖലയിലേക്ക് ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കും. ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ ലഭ്യമാക്കും. പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. ചരക്ക് ഗതാഗതത്തിന് വേണ്ടി കടലിലൂടെ പുതുവഴികൾ തുറക്കും. കേരളം ജയിക്കും. UDF നയിക്കും.